1, 3, 6, 10, 15 എക്സെട്ര എന്ന സംഖ്യ പാറ്റേണിലെ എത്രാം സംഖ്യയാണ് 465? ഓപ്ഷൻസ് 29, 30, 31, 32. നമുക്ക് ഈ പാറ്റേൺ ഇവിടെ എഴുതി നോക്കാം. 1, 3, 6, 10, 15 ഇങ്ങനെ പോവുകയാണ് അല്ലേ. 1 3 ആവാൻ 2 കൂട്ടുന്നു, 3 6 ആവാൻ 3 കൂട്ടുന്നു, 6 10 ആവാൻ 4 കൂട്ടുന്നു, ഇവിടെ +5. അപ്പോൾ കൂട്ടുന്ന സംഖ്യ നോക്കൂ, 2, 3, 4, 5 എങ്ങനെ സംഖ്യകൾ കൂട്ടി പോവുകയാണ്. 1 2 3, 3 3 6, 6 4 10, 10 5 15. ഇതൊരു പ്രത്യേക സംഖ്യാ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ n-ാം പദം കാണാൻ, ഈ പാറ്റേണിൽ n-ാം പദം, അതായത് ഇതിലത്തെ ഓരോ പദവും കാണാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. n × n+1/2 എന്ന സൂത്രവാക്യത്തിൽ n-ന് ഓരോ വില കൊടുത്താൽ അതിലത്തെ ഓരോ പദങ്ങൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് n-ന് 1 എന്ന് വില കൊടുത്ത് നോക്കൂ. n-ന് 1, അപ്പോൾ എന്ത് വരും? 1 × 1 1 2, 1 × 2/2 അല്ലേ. 1 × 2/2 വെട്ടിപ്പോയിട്ട് 1 ആദ്യത്തെ സംഖ്യ കിട്ടി, കണ്ടോ. അപ്പോൾ n-ന് നമ്മൾ 1 എന്ന് വില കൊടുക്കുമ്പോൾ ഈ സംഖ്യ കിട്ടി. n-ന് 2 എന്ന് വില കൊടുത്ത് നോക്കൂ. n-ന് 2, അപ്പോൾ എന്ത് വരും? 2 × 2 1 3/2, 2 2 വെട്ടി പോയിട്ട് മൂന്നാമത്തെ. n-ന് 3 എന്ന് വില കൊടുത്തു. n-ന് 3, അപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 3 1 4/2, 3 4 12/2 6, കണ്ടു. അപ്പോൾ ഇതിലത്തെ ഓരോ പദങ്ങളും കാണാൻ ഈ സൂത്രവാക്യത്തിൽ വില കൊടുത്താൽ മതി. n × n+1/2. അപ്പോൾ നമുക്കിത് തന്നിട്ടുണ്ട്. ഏത്? n × n+1/2 വില തന്നിട്ടുണ്ട് 465. അത് എത്രാമത്തേയിട്ട് വരും എന്ന് കാണണം. ഇതിൽ എത്രാമത്തേയിട്ട് വരും? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? n × n+1/2 465/2 അങ്ങോട്ട് എടുത്തു. അപ്പോൾ n × n+1 2 ഗുണിക്കണം എന്നാവും അല്ലേ. 2 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ എന്നുള്ളത് ഗുണിക്കണം എന്നാവും. അപ്പോൾ ഗുണിക്കുമ്പോൾ 25 10, 26 11 13, 24 9, 930. n × n+1 930 കിട്ടി. 930. നമുക്കിനി എന്ത് അറിയോ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. n-ന് ഓരോ ഓപ്ഷൻ എടുത്ത് കൊടുത്ത് നോക്കൂ. n-ന് നമ്മൾ 29 കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്ത് വരും? 29 × 29 1 30. ഇത് ഗുണിച്ചാൽ അത് കിട്ടുമോ? കിട്ടില്ല അല്ലേ. 29 3 87. ഇത് ഗുണിച്ചാൽ 870 കിട്ടുക. അപ്പോൾ 930 കിട്ടുന്നില്ല. അടുത്ത എൻ്റെ വില ഓപ്ഷൻ എടുത്ത് കൊടുത്തു 30 അല്ലേ. അപ്പോൾ എന്ത് വരും? 30 × 31 31. 30 × 31 ഗുണിക്കുമ്പോൾ എന്ത് വരും? 930 കിട്ടുന്നുണ്ട്. 930. അപ്പോൾ ഏതാ? 30 എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ശരിയാവുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം 30. ഈ പാറ്റേണിൽ 30-ാം സംഖ്യയാണ് 465.